നമസ്കാരം. ഇറാൻ ഇസ്രയേൽ സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ നിർണായക നീക്കവുമായി അമേരിക്ക. ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളത്തിൽ നിന്ന് 40ഓളം സൈനിക വിമാനങ്ങൾ മാറ്റി. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ വീഡിയോ റെക്കോർഡുകൾ 45 ദിവസത്തിന് ശേഷം നശിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ദുരുപയോഗം തടയാനാണ് നടപടി. തെരഞ്ഞെടുപ്പ് ഫലം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ മാത്രം വീഡിയോകൾ സൂക്ഷിക്കണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. അഹമ്മദാബാദ് അപകടത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റ് 3 വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധനയിൽ കാലതാമസം വരുത്തിയതിന് എയർ ഇന്ത്യയ്ക്ക് DGCA മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട്. ഇറാൻ ഇസ്രയേലിലെ നഗരങ്ങളിൽ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചെന്ന് റിപ്പോർട്ട്. ഒറ്റയെണ്ണമായി തൊടുക്കുന്ന ക്ലസ്റ്റർ ബോംബ് ലക്ഷ്യത്തിലെത്തുമ്പോൾ 100 കണക്കിന് ചെറിയ ബോംബുകളായി പൊട്ടിത്തെറിക്കും. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയോട് വെടിനിർത്താൻ അഭ്യർത്ഥിച്ചെന്ന് പാകിസ്ഥാന്റെ സ്ഥിരീകരണം. ടെലിവിഷൻ ചർച്ചയിലാണ് ഉപപ്രധാനമന്ത്രി ഇഷ്റാഖ് ദറിന്റെ തുറന്നുപറച്ചിൽ. ജനങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയുള്ള മാറ്റമാണ് തരൂരിൽ കാണുന്നത്. കോൺഗ്രസ് വിടുമോ എന്ന കാര്യം അദ്ദേഹത്തോട് ചോദിക്കണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. സംസ്ഥാനത്തെ കോൺഗ്രസിന് വേണ്ടി 5000 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വിവിധ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നായി പ്രവർത്തിക്കുന്നുവെന്ന് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. 47 രാജ്യങ്ങളിൽ നിന്നാണ് ഈ അക്കൗണ്ടുകൾ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ കേന്ദ്ര സർക്കാരിനെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് 2020 ന്യൂസ്.